കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടാണ്. അതിൻ്റെ സൊല്യൂഷൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് വേഗം എന്ത് ചെയ്യാം, സൊല്യൂഷൻ ഒക്കെ ഡിസ്കസ് ചെയ്യാം. 30 ചോദ്യം തിയറി ക്വസ്റ്റ്യൻസ് ആണ് അധികം, സംശയമുള്ള കുറച്ച് ചോദ്യം ഉണ്ടാവും. വേഗം തന്നെ നമുക്ക് അതിന്റെ ആൻസേഴ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ബോയ്ൽസ് ലോയിൽ ഏതാണ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുന്നത്? അപ്പോൾ ബോയ്ൽസ് ലോ പറഞ്ഞു നോക്കാം. ബോയ്ൽസ് ലോ എന്താ പറയുന്നത്? ഫോർ എ ഗിവൺ മാസ് ഓഫ് സബ്സ്റ്റൻസ് ദ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പം മിക്കവാറും നമ്മൾ പഠിക്കുന്ന നേരത്തെ ശ്രദ്ധ കൊടുക്കുക കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നുള്ളതിനാണ്. പക്ഷെ അതിൽ പറയുന്നുണ്ട് ഫോർ എ ഗിവൺ മാസ് ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ എന്തൊക്കെ കോൺസ്റ്റന്റ് ആണ്? മാസ് കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിലർ തെറ്റ് വരുത്തിയിട്ടുണ്ടാകും. ടെമ്പറേച്ചർ കണ്ടപ്പോൾ ഓടിപ്പോയി ടെമ്പറേച്ചർ കുത്തി, പക്ഷേ ഒരു ഡി ഓപ്ഷൻ കൊണ്ടായിരുന്നു. ഏതാണ്? മാസ് ആൻഡ് ടെമ്പറേച്ചർ ഓൺലി. സോ 1D, JD അല്ല 1D. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലോഗ് പി വേഴ്സസ് ലോഗ് വി ഓഫ് ബോയ്ൽസ് ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ വി ഹാവ് ടു സോൾവ് ഇറ്റ്. PV ഈസ് കട്ടപ്പ കോൺസ്റ്റന്റ്. ലോഗ് എടുത്താൽ ലോഗ് പി പ്ലസ് ലോഗ് വി ഈസ് ഈക്വൽ ടു ലോഗ് കെ, ഓർ ലോഗ് പി ഈസ് ഈക്വൽ ടു ലോഗ് കെ മൈനസ് ലോഗ് വി. വൈ ഈസ് ഈക്വൽ ടു mx plus c. So it will be a graph, straight line, log p versus log v of slope. എത്രയായിരിക്കും? Slope is m is -1 or angle is 45 starting from log k. നമ്മൾ ടെമ്പറേച്ചർ മാറ്റാന്ന് വെച്ചോ ഈ ഗ്രാഫിന്. ഇതൊരു T1 ടെമ്പറേച്ചർ ആണെങ്കിൽ ആക്ച്വലി PV ഈസ് ഈക്വൽ ടു RT ആണ്. ടെമ്പറേച്ചർ കൂട്ടും തോറും ഈ വാല്യൂ കോൺസ്റ്റന്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യും, ലോഗ് കെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ദിസ് ഈസ് ഫോർ T1 ആൻഡ് ദിസ് വിൽ ബി ഫോർ T2 where T2 is greater than T1. സ്ലോപ്പ് എത്ര തന്നെയായിരിക്കും? -1 തന്നെയായിരിക്കും. ലോഗ് പി വേഴ്സസ് ലോഗ് വി ഗ്രാഫിൻ്റെ സ്ലോപ്പ് മാറില്ല. എന്ത് മാത്രമേ മാറുള്ളൂ? വൈ ഇൻ്റർസെപ്റ്റേ മാറുള്ളൂ. ടെമ്പറേച്ചർ കൂടുമ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് കൂടും. മറന്നു പോയത് അത് ഇമ്പോർട്ടൻസ് സാധനമാണ്. ശരി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 10 ലിറ്റർ ഉണ്ട് 5 ATM പ്രഷറിൽ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ കൂടെ വായിക്കാം, ചിലർ അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ ഈസ് ഓപ്ഷൻ ഈസ് D. Third question, at definite temperature the volume of definite mass of a gas is 10 liter at 5 atm pressure. At the same temperature, if the pressure of the gas was decreased to 1 atm, the volume will be. ഏതാണ്? ബോയ്ൽസ് ലോ P1 V1 is equal to P2 V2. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങളിലൊന്ന്. ലെവൽ 0 ക്വസ്റ്റ്യൻ. ആൻസർ എത്രയായിരിക്കും? 50 ലിറ്റേഴ്സ്. ഓപ്ഷൻ എ. നമുക്ക് അതിനൊന്നും എക്സ്പ്ലനേഷൻ വേണ്ട. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2 ചിത്രം വരച്ചിട്ടുണ്ട്. ഒരു കണ്ടെയ്നർ ഉണ്ട്, ഒരു പാവയുണ്ട്. ആദ്യം പ്രഷർ 10 atm ആയപ്പോൾ അതിൻ്റെ വോളിയം 800 ml ആയിരുന്നു. നമ്മൾ അതിൻ്റെ പ്രഷർ കുറച്ചു, എത്രയാക്കി? 7 atm ആക്കിയപ്പോൾ അതിൻ്റെ വോളിയം 1000 ml ആണ്. പക്ഷേ ഈ പാവ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എന്താണ്? In the above figure, the doll is entrapped within piston and cylinder containing gas. Initial and final conditions are shown in figure 1 and figure 2 respectively. The volume of the doll is. So what is the key point here? Key concept എന്താണ്? ഡോൾ സോളിഡ് ആണ്, ഇൻകംപ്രസിബിൾ ആണ്, ഇൻഎക്സ്പാൻസിബിൾ ആണ്. ചെറുതാക്കാനോ വലുതാക്കാനോ പറ്റില്ല. ഗ്യാസിലോ പറ്റുക നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഗ്യാസുകൾക്ക് മാത്രമാണ്. സോ ഫോർ ടേക്കിംഗ് the volume of first here, volume of gas is equal to V1 is equal to, it is equal to 800 minus D. D is the volume of dot. V2 is 1000 മൈനസ് D. ഇത് രണ്ടുമാണ് ഗ്യാസുകളുടെ വോളിയം. ഡോളിൻ്റെ വോളിയം നമ്മളതിൽ കുറക്കണം. ഇനി നമുക്ക് ബോയ്ൽസ് ലോ അപ്ലൈ ചെയ്യാം. എന്താണ്? 10 into 800 minus D is equal to 7 into 1000 minus D. ചെയ്താൽ 8000 minus 10D is equal to 7000 minus 7D. ഈ 10D ഇങ്ങോട്ട് എടുക്കുക, ഇത് ഇങ്ങോട്ട് എടുത്താൽ എനിക്ക് എത്ര കിട്ടും? 3D is equal to 1000 and D is equal to 1000 by 3. You got it?
So key concept onnu maathre illu, gas law is applicable only for gases, that we know, and the option is 1000 by 3 ml, option C, fourth option C. Okay, ബാരോമീറ്ററിൻ്റെ സാധാരണ ചോദ്യമാണ്. ബാരോമീറ്റർ ബോയിൽസ് ലോയുടെ ആപ്ലിക്കേഷൻ്റെ ചോദ്യമാണ്. ചില കുട്ടികൾക്ക് അതിന് ചെറിയ സംശയമുണ്ട്. അപ്പോൾ ഇതാണ് ചോദ്യം. ഒരു ബാരോമീറ്റർ ആദ്യം ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 8 സെൻറ്റിമീറ്റർ മെർക്കുറി കോളം, 8 സെൻറ്റിമീറ്റർ മെർക്കുറി കോളം നടുക്കുണ്ട്. ഇവിടെ L1. ഇനി ഇതേ സാധനം ഞാനൊന്ന് തീറ്റ ആംഗിൾ ചെരിച്ച് വെച്ചപ്പോൾ 8 സെൻറ്റിമീറ്റർ മെർക്കുറി കോളം ഇവിടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? L2 ആണ്. അപ്പോൾ ചോദ്യം ഇതാണ്, in figure 1 an air column of length L1 is entrapped by column of mercury length 8 cm. In figure 2 length of same air column is at same temperature is L2. The L1 by L2 is 1 atm ആണ് തന്നിട്ടുണ്ട്. 1 atm 76 cm of mercury തന്നിട്ടുണ്ട്. അപ്പോൾ ഇതും എത്രയാണ്? 1 atm ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹൊറിസോണ്ടൽ ബാരോമീറ്റർ ചെരിച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ ലെങ്ത് കുറയുക ചെയ്യുക, കംപ്രസ്ഡ് ആവുക ചെയ്യുക. അപ്പോൾ നമുക്കെന്ത് പറയാം? P1 V1 ഈസ് ഈക്വൽ ടു P2 V2 അല്ലേ? ഇതിന് രണ്ടിനും P1 V1 ഈസ് ഈക്വൽ ടു P2 V2 അറ്റ് സെയിം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിന്നുള്ള പ്രഷർ എത്രയാണ്? 1 atm ആണ്. ഇതിൻ്റെ ഏരിയ A എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ P1 76 ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് L1 ഇൻറ്റു A എന്ന് കൊടുക്കാം, ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പ്രഷർ എത്രയാണ്? ഇവിടുത്തെ പ്രഷർ 76 ഇവിടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ mg 8 ഇങ്ങോട്ടാണെങ്കിലും 8 cos θ എന്തുണ്ട്? ഈ ഭാഗത്തേക്കുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ 1 + 8 cos θ ആണ്. അല്ലെങ്കിൽ എത്രയാണ്? 76 + 8 cos θ ആണ് നമ്മുടെ P2 എന്ന് പറയുന്നത്. 76 + 8 cos θ. അപ്പോൾ 76 + 8 cos θ P2 ഇൻറ്റു V2 എന്ന് പറയുന്നത് എന്താണ്? L2 ഇൻറ്റു എയും എയും ക്യാൻസൽ ചെയ്യാം. P1 V1 ഈസ് ഈക്വൽ ടു P2 V2. അപ്പോൾ ഇവിടെ L1 കിട്ടി, ഇവിടെ എന്ത് കിട്ടി? L2 കിട്ടി. നമ്മളോട് കാണാൻ പറഞ്ഞെന്താ? L1 by L2. ഇങ്ങോട്ട് പോരും മോനെ. L1 by L2 ഈസ് ഈക്വൽ ടു, ആഹാ ഇതാണോ പ്രശ്നം? 8 cos θ ഡിവൈഡഡ് ബൈ 76, ദാറ്റ് ഈസ് 1 + 8 cos θ by 76. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? 2/19 cos θ. ഓക്കെ, സോ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഇത് കൂടുതൽ ഫിസിക്സിൽ വരുന്ന ചോദ്യമാണ്. എന്നാലും ജെയിലൊക്കെ ബാരോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിനും വന്നേക്കാം, നീറ്റിന് വന്നേക്കാം. കൂട്ടത്തിൽ ഇച്ചിരി വ്യത്യാസമുള്ള ഒരു പ്രോബ്ലം ഇതാണ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. സോ ഫിഫ്ത്തിൻ്റെ ആൻസർ 1 + 2/19 cos θ എന്ന് പറയുന്നത് ഓപ്ഷൻ ഏതാണ്? എ. ഓക്കെ, ഇതാണ് തീറ്റ ആംഗിൾ ഉള്ളത്. അപ്പോൾ ഇത് വരിക 8 + cos θ. റെഡി. സോ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. എളുപ്പമായിരുന്നു. ഇന്ന് ബാക്കിയുള്ളതും കൂടെ നോക്കാം. ക്യുക്ക് ബാക്കിയുള്ളതൊക്കെ ഭയങ്കര എളുപ്പമാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ ചാൾസ് ലോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ കറക്റ്റ്? പ്രഷർ റിമൈൻസ് ഡെഫിനിറ്റ്. തെറ്റ്. മാസ് റിമൈൻസ് ഡെഫിനിറ്റ്. Okay, pressure according to Charles law, which of the following is are correct? Pressure remain definite, mass remain definite, volume is proportional to absolute temperature. Yes, ആ മൂന്നും അതിൻ്റെ അകത്ത് പെടും. So option D, all of the above are correct. 7ാമത്തെ ചോദ്യം, ഇതിലേത് ഗ്രാഫാണ് ചാൾസ് ലോ പ്രകാരം ശരി എന്നുള്ളതാണ്. ചാൾസ് ലോ V is proportional to T ആണ് at constant temperature. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? V versus T എനിക്ക് ഇങ്ങനെ തന്നെ വരക്കാം. ഈ ആദ്യത്തെ ഗ്രാഫിലുള്ളത് ഇതാ P1 P2 ആണ്. വർ P1 ഈസ് ഗ്രേറ്റർ ദാൻ P2. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? വോളിയം കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് T1 ആണ്, ഇത് T2 ആണ്. T2 ഈസ് ഗ്രേറ്റർ ദാൻ T1. അറ്റ് കോൺസ്റ്റന്റ് വോളിയം പ്രഷർ ഈസ് പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ P2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ P1 ആയിരിക്കണമായിരുന്നു. അതുകൊണ്ട് 1ാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 2ാമത്തെ ഓപ്ഷൻ ശരിയാണ്. 3ാമത്തെ ഓപ്ഷൻ ശരിയാണ്. സോ ഫോർ 7th ക്വസ്റ്റ്യൻ ദ കീ ഈസ് ഡി, ബോത്ത് ബി ആൻഡ് സി. അടുത്തത്, when an open container volume is heated from normal temperature T1 to T2, the volume of expelled air at temperature T1 K is delta V. Therefore the value of delta V divided by V. നമ്മളിത് പഠിച്ചതാണ്.
ഫ്രാക്ഷൻ ഓഫ് എക്സ്പെൽഡ് വോളിയം, ഫ്രാക്ഷൻ ഓഫ് റീറ്റെയിൻഡ് വോളിയം. ഓർത്ത് വെച്ചോളണം, ഫ്രാക്ഷൻ ഓഫ് എക്സ്പെൽഡ് വോളിയം ഈസ് ഈക്വൽ ടു 1 മൈനസ് T1/T2. ഫ്രാക്ഷൻ ഓഫ് റീറ്റെയിൻഡ് വോളിയം എന്താണ്? T1/T2. ഇത് പഠിച്ച് വെച്ചേ പറ്റുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഫ്രാക്ഷൻ ഓഫ് എക്സ്പെൽഡ് വോളിയം ഈസ് ഈക്വൽ ടു 1 മൈനസ് T1/T2. ഫ്രാക്ഷൻ ഓഫ് റീറ്റെയിൻഡ് വോളിയം ഈസ് T1/T2. ചോദ്യം ഇങ്ങനെ വരാം. ഒരു കണ്ടെയ്നർ, പ്രഷർ വാൽവുള്ള കണ്ടെയ്നർ എന്ന് വെച്ചാൽ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു. 300 കെൽവിനിൽ ഇത്രയാണ്. അത് 400 കെൽവിനിലേക്ക് ചൂടാക്കിയാൽ ആദ്യത്തെ ഗ്യാസിൻ്റെ എത്ര ശതമാനം പുറത്തു പോയിട്ടുണ്ടാവും? ഫ്രാക്ഷൻ ഓഫ് എക്സ്പെൽഡ് വോളിയം 1 മൈനസ് T1/T2, 1 മൈനസ് 300/400. അപ്പോൾ 1 മൈനസ് 3/4 പുറത്തു പോയി എന്ന് വെച്ചാൽ 1/4 പുറത്തു പോയി. എത്ര പെർസെൻറ്റേജ്? 25% പുറത്തു പോയി എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 9. For a definite amount of gas, pressure and volume are increased to triple of the initial amount. Pressure and volume is increased to triple of the initial amount. Therefore, temperature is increased to 9 times. നമുക്ക് നോക്കാം എന്താണ് പ്രഷറും വോളിയം എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. PV/T is a constant. PV/T is equal to 3P 3V T dash എന്ന് പറയുന്നത് എത്ര ടൈംസ് ആയിരിക്കണം? 9 ടൈംസ് ആയിരിക്കണം. സോ യുവർ ആൻസർ മസ്റ്റ് ബി. 9ാമത്തെ ചോദ്യം, എവിടെ 9ാമത്തെ ചോദ്യം ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ് ടു 9 ടൈംസ് ഓഫ് ദി ഇനീഷ്യൽ വാല്യൂ. എളുപ്പമുള്ള ചോദ്യമാണ്, ഇതിനൊന്നും വലിയ പ്രശ്നമില്ല. ഓപ്ഷൻ എ. 10ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് റിഗാർഡിംഗ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്? R is independent of pressure, independent on pressure. R is independent on temperature. R is independent on volume. ഇതൊക്കെ ശരിയാണ്. R is dependent on nature of gas. പിന്നെ ഇതിനെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എല്ലാ ഗ്യാസിനും ഒരേ R ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി തെറ്റാണ്. 11ാമത്തെ ചോദ്യം. To determine the value of R, which of PV value is considered to be equal for every gas at 273 കെൽവിൻ? നമ്മൾ പറയുന്ന എവിടെയാണ്? പ്രഷർ 0 ആവുന്ന സമയത്താണ്. നമ്മുടെ സെഡ് ഫാക്ടർ ഉണ്ടാകുമ്പോൾ പ്രഷർ 0 ആവുന്ന കണ്ടീഷനിൽ PV എന്താണ്? ഈക്വൽ ടു എത്രയാണ്? PV ഈക്വൽ ടു എത്രയാണ് നമ്മൾ പറയാറ്? NRT എന്നെ പറയാം. അപ്പോൾ R കാണണമെങ്കിൽ നമ്മുടെ Z വാല്യൂ എത്രയായിരിക്കണം? 1 ആയിരിക്കണം. Z വാല്യൂ 1 ആവുന്ന കണ്ടീഷൻ, കംപ്രസിബിലിറ്റി ഫാക്ടർ 1 ആവുന്ന കണ്ടീഷൻ ലോ പ്രഷറാണ്. അതുകൊണ്ട് പ്രഷർ ടെൻസ് ടു 0 ആയിരിക്കണം. ഓപ്ഷൻ ബി. 12ാമത്തെ ചോദ്യം. ദ വോളിയം ഓഫ് 10 mol ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് അറ്റ് 10 atm ആൻഡ് 500 കെൽവിൻ. ഇപ്പോൾ PV is equal to NRT. PV is equal to NRT. ATMിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ദ വോളിയം ഓഫ് 10 mol ഓഫ് ഗ്യാസ് അറ്റ് 10 atm ആൻഡ് 500 കെൽവിൻ. സോ PV is equal to NRT 10 ഇൻറ്റു R എന്ത് കൊടുക്കണം? ATM ആയതുകൊണ്ട് 0.0821 ഇൻറ്റു 500. പ്രഷർ എത്രയാണ്? പ്രഷർ എത്രയാണ്? 10 atm. 10ഉം പോട്ടെ, ഇത് പോയിട്ട് എത്ര ഇട്ടട്ടെ? 8.021 ആവട്ടെ. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? 41.05 ലിറ്റർ എന്ന ആൻസർ കിട്ടും. സോ 41 എന്നുള്ളതാണ് ആൻസർ ഉള്ളത്. സോ ഓപ്ഷൻ ബി. 12th ക്വസ്റ്റ്യൻ. 13th ക്വസ്റ്റ്യൻ. ഒരു ഗ്രാഫാണ്. D/P വേഴ്സസ് P. D/P വേഴ്സസ് P. അപ്പോൾ നമുക്ക് D എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? PV is equal to PV is equal to NRT, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? W/M ഇൻറ്റു RT. P is equal to ഇങ്ങോട്ട് എടുത്താൽ W/V ഇൻറ്റു RT/M. ഇതെന്താണ്? ഡെൻസിറ്റിയാണ്. P is equal to DRT/M. D എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റിയാണ്. ഓക്കെ, നമുക്ക് D/P എടുത്താൽ D/P is equal to M divided by എന്താണ്? RT ആണ് എന്നറിയാം. സോ M divided by RT
at a definite temperature is a constant. അല്ലേടാ മക്കളെ, m divided by RT ഒരു ഗിവൺ ഗ്യാസും ഗിവൺ ടെമ്പറേച്ചറും m divided by RT കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഗ്രാഫ് d by p വേഴ്സസ് b ഗ്രാഫ് ഏതാ ഉണ്ടാവുക? c ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ and temperature component should be remains constant എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. 15ാമത്തത് 1000 ml of a gas at 600 torr and 500 ml of a gas B at 800 torr are placed in a 2-liter flask. The final pressure will be. Mixing of gases നമ്മൾ ഒരുപാട് കണ്ടീഷൻ ഉണ്ട്. എല്ലാം മാറുന്നുണ്ടെങ്കിൽ PV by T is equal to P1 V1 by T1 plus P2 V2 by T2. ടെമ്പറേച്ചർ മാറുന്നില്ലെങ്കിൽ PV is equal to P1 V1 plus P2 V2. വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡാൽട്ടൺസ് ലോ ആയി P is equal to P1 plus P2. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ V is equal to V1 plus V2. ഇതാണ് മിക്സിംഗ് ഓഫ് ഗ്യാസസ്. ഇവിടെ നമ്മൾ ടെമ്പറേച്ചർ മാത്രമേ കോൺസ്റ്റന്റ് ആയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? PV is equal to P1 V1 plus P2 V2 എന്ന് പറയാം. അപ്പോൾ എല്ലാം ml ആയതുകൊണ്ട് ആദ്യത്തെ PVയും ഞാൻ എന്ത് ചെയ്യുന്നു? ml കൊടുക്കുന്നു. P into 2000 is equal to what is P1 V1? 1000 into 600 plus പിന്നെ എത്രയാണ്? P2 V2 500 into 800. മക്കളെ 1000 ഞാൻ പുറത്തെടുക്കുന്നു. ഓക്കെ, 1000 ഇവിടെ കിട്ടെ. 1000 ഞാൻ ഇനി അന്ന് എല്ലാത്തുനിന്നും 1000 പുറത്തെടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 1000 into 600 പ്ലസ് ഇവിടുന്ന് രണ്ടും കൂടെ പുറത്തെടുത്തിട്ടുണ്ട് 400 is equal to P into എത്ര കിട്ടും? 2000. 2000ഉം 1000ഉം വെട്ടിപ്പോയി. P is equal to ഇത് രണ്ടും കൂടെ കൂട്ടി എത്രയാണ്? 1000 by 2. Our answer will be 500 torr. 500 torr. So option C. 15. Which of the following are true regarding vapor pressure? Vapor pressure is a surface property of the solvent. Vapor pressure is independent of temperature. ഒക്കെ തെറ്റാണ്. പിന്നെ എന്താണ്? The saturation vapor pressure is corresponding to the liquid vapor equilibrium. അപ്പോൾ എന്തൊക്കെ ശരിയാണ്? എന്ത് ശരിയാണ്? വേപ്പർ പ്രഷർ ഈസ് എ സർഫസ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റില്ല. വേപ്പർ പ്രഷർ സർഫസിലുള്ളതല്ല. ഇവാപ്പറേഷനാണ് സർഫസ് പ്രോപ്പർട്ടി. വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സർഫസിലല്ല. അതുകൊണ്ട് നമുക്ക് കളയാം. അതുകൊണ്ട് ഏതാണ് ഓപ്ഷൻ ശരിയായി വരിക? ഓപ്ഷൻ സി ആണ്. ഡി അല്ല. ബോത്ത് എ ആൻഡ് സി അല്ല ശരിയായി വരിക. 17ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആണ് കാണിച്ചിരിക്കുന്നത്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി √2RT ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ M, ഓപ്ഷൻ ബി. 18ാമത്തെ ചോദ്യം, ദ ടെമ്പറേച്ചർ അറ്റ് മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് ഓഫ് ഓക്സിജൻ ബിക്കം ഈക്വൽ ടു റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് ഓഫ് N2 at 473 degree Celsius is equal to most probable velocity of oxygen become equal to most probable velocity of oxygen എന്താണ്? √2RT divided by M. M എത്രയാണ്? 300. become equal to എന്തിന് ഈക്വൽ ആവുന്നതാണ്? റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഓഫ് N2 എന്ന് വെച്ചാൽ എന്താണ്? √3RT. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എത്രയാണ്? 427 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ 273 കൂടെ ആഡ് ചെയ്താൽ 427 പ്ലസ് 273 എത്രയാ? ക്യാമറമാൻ അറിഞ്ഞൂടാ, പോട്ടെ. 427 പ്ലസ് 273 പറയേ. 700 ഡിവൈഡഡ് ബൈ എത്ര വരും? 28. ഞാൻ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്താൽ ഈ സ്ക്വയർ റൂട്ട് അങ്ങ് പോട്ടെ, ഡിങ്കടിക പോട്ടെ. ശരിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 6 വെട്ടിക്കളയാം. 6 വെട്ടിക്കളയട്ടെ. ഇവിടെ 8 വെട്ടി. ഇവിടെ എത്ര കിട്ടി? 7 കിട്ടി. ശരിയാണല്ലോ. സോ 7ഉം ഇവിടെ എത്രയായി? 100മായി. ഇനി ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തോ, ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. 100 വെട്ടിക്കളയാം. എത്ര എഴുതാം? അല്ല, ഇവിടെ വെട്ടിക്കളയാം. ഇവിടെ 4 എഴുതാം. ഇതിവിടെ 100 തന്നെ ആയിക്കോട്ടെ. ഇതിങ്ങോട്ട് എടുത്താൽ വാട്ട് ഐ വിൽ ഗെറ്റ്? T is equal to I will get 1200 കെൽവിൻ എന്ന് കിട്ടും. ഒന്നുമില്ല, രണ്ട് ഫോർമുലകൾ. ഒന്നിൻ്റെ മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ആണ്, ഒന്നിൻ്റെ RMS ആണ് എന്ന് മാത്രം നോക്കുക. 1200 കെൽവിൻ ഉണ്ടാവും. ഓപ്ഷൻ ബി. 19. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിഫ്യൂഷൻ ആൻഡ് എഫ്യൂഷൻ? ഓപ്ഷൻ ഡി നോക്കിക്കോ. ഡിഫ്യൂഷൻ ഈസ് ദ ഇന്റർമിക്സിംഗ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വേർ എഫ്യൂഷൻ ഈസ് ദ പാസേജ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ത്രൂ ദ പോസ് ഇൻ വൺ ഡയറക്ഷൻ. ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ രണ്ടും കൂടെ ഡിഫ്യൂസ് ചെയ്യുന്നു. എഫ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. എഫ്യൂസസ് ഔട്ട് ടു വാക്യൂം എന്നൊക്കെ പറയുന്നത്. സോ ഓപ്ഷൻ ഡി.
ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ. ടു എ ഗിവൺ കണ്ടെയ്നർ പോർ എ എന്ന് പറയുന്ന ഗ്യാസ് ഉണ്ട്, 81 അതിൻ്റെ മോളിക്കുലർ മാസ്. അത് 10 ATM ആയപ്പോൾ 50 മിനിറ്റ് കൊണ്ട് 10 ഗ്രാം ഗ്യാസ് എ ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ കണ്ടെയ്നർ തന്നെ ബി എന്ന് പറയുന്ന ഗ്യാസ് നിറച്ച് മോളിക്കുലർ വെയിറ്റ് 100 ആണ്, ഫൈനൽ പ്രഷർ 20 ആണ്. 75 മിനിറ്റ് കൊണ്ട് എത്ര ഗ്രാം ബി പോവും? അപ്പോൾ നമ്മുടെ ഇത് ഗ്രാംസ് ലോ ഓഫ് ഡിഫ്യൂഷനാണ്. അപ്പോൾ എനിക്കെന്ത് പറയാം, റേറ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ബി ഈസ് ഈക്വൽ ടു പ്രഷർ ഓഫ് എ ഡിവൈഡഡ് ബൈ pressure of B into molecular mass of B divided by molecular mass of A. Now my question, what is RA? Volume of A divided by time of A. RB, volume of B divided by time of B. Now listen, this volume is proportional to number of moles. ഈ ബോഡി എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? നമ്പർ ഓഫ് മോൾസിന് പ്രൊപ്പോർഷണൽ ആണ്. സോ വി നീഡ് ദാറ്റ്. So I can rewrite this one as mass of A divided by molecular mass of A into time of A, number of moles divided by time, divided by mass of B divided by molecular mass of B into time of B is equal to PA by PB into root of MB by MA. ശരിയാണല്ലോ? ഇത് മുകളിലേക്ക് പോകും, ഇത് താഴെ തന്നെ ഉണ്ടാകും. സോ വി ക്യാൻ റീറൈറ്റ് ഇറ്റ് ആസ് WA ഇൻറ്റു TA ഇൻറ്റു WB ഡിവൈഡഡ് ബൈ TB എന്നുള്ളത് എന്ത് ചെയ്യും? മുകളിൽ പോവും. ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ ഒരു ഇൻറ്റും കൂടെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ. ഇൻറ്റു MB ഡിവൈഡഡ് ബൈ MA ഈസ് ഈക്വൽ ടു PA ഡിവൈഡഡ് ബൈ PB into root MB divided by MA. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ MB താഴെയും MA മുകളിലും ഉണ്ടാവും. സ്ക്വയർ റൂട്ടിൻ്റെ അടുത്ത് പോകുമ്പോൾ ഇവിടെ MA സ്ക്വയർ ഉണ്ടാവും, ഇവിടെ MB സ്ക്വയർ ഉണ്ടാവും. അപ്പോൾ എനിക്ക് എന്ത് വരും? MA ഡിവൈഡഡ് ബൈ MB എന്ന് വരും. സോ വി ക്യാൻ സേ WA into TB divided by WB into TA is equal to PA by PB into root of MA divided by എന്ത് കിട്ടും? MB. എനിക്ക് കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം? 10 into 75 X into 50 PA PB 10 20 MA എത്രയായിരുന്നു? 81, MB 100. സോ ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 10. ഇനി പറ്റാവുന്നൊക്കെ വെട്ടിക്കളിക്കാം, വെട്ടട്ടെ പോട്ടെ. ഇവിടെ വെട്ടാം, ഇവിടെ എത്ര കിട്ടി? 2. ഇവിടെ വെട്ടാം. അപ്പോൾ എനിക്ക് എക്സ് ഈക്വൽ ടു ഇതിങ്ങോട്ടെടുത്തു എനിക്ക് എന്ത് കിട്ടും? 2 into 75 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? 9. 2 into 75 ഡിവൈഡഡ് ബൈ 2 into 75 അല്ല, 4 into 75 divided by 9. ഇവിടെ ഒരു 2 ഉണ്ടല്ലോ, 2 into 2, 4 into 75 divided by 9, 300 by 9 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 100 by 3. ഓപ്ഷൻ ഏതാണ്? ബി. 21ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി. നമ്മൾ ഓൾറെഡി തിയറി ക്ലാസ്സുകളിൽ പറയുന്ന സാധനമാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ എഗെയിൻ ഓപ്ഷൻ ഡി. 23ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സാറ്റിസ്ഫൈ റിയൽ ഗ്യാസ്? നമ്മുടെ എന്ത് നോക്കണം? സെഡിൻ്റെ വാണ്ടർ വാൾസ് ഇക്വേഷൻ കൃത്യമായിട്ടൊന്ന് പഠിക്കുക. 23ാമത്തെ ക്വസ്റ്റ്യനും ഓപ്ഷൻ എ ആണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് ഇച്ചിരി ഒരു ഡൗട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്ത് പണ്ടാരം ഗ്രാഫാണത്? ഒരു ഗാ പോലെ മറ്റേതുപോലെ എന്നൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് വാണ്ടർ വാൾസ് ഇക്വേഷൻ്റെ കുറച്ചും കൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഞാൻ 1 mol ഓഫ് ഗ്യാസിന് വാണ്ടർ വാൾസ് ഇക്വേഷൻ ഇതാണ്: P പ്ലസ് AN സ്ക്വയർ വിട്ട് A ബൈ V സ്ക്വയർ ഇൻറ്റു V മൈനസ് B ഈസ് ഈക്വൽ ടു RT. ഞാൻ ഇതിനെ V സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, ഈ V സ്ക്വയർ മാറ്റാൻ വേണ്ടി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? PV സ്ക്വയർ പ്ലസ് A ഇൻറ്റു V മൈനസ് B. ഓൾറെഡി ഒരു V സ്ക്വയർ ഇവിടെ ആക്കി,
ഈസ് ഈക്വൽ ടു ആർ ടി വി സ്ക്വയർ. എടാ മക്കളെ, ഇത് നോക്ക്, ഇവിടെ ഒരു പി വി ക്യൂബ് എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. സോ ഇതൊരു തേർഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് എത്ര റൂട്ട് ഉണ്ടാവും? 3 റൂട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിയും വിയും ആയിട്ട് എടുത്താൽ ഒരു പ്രഷറിന് എനിക്ക് 3 റൂട്ട് ഉണ്ടാവണമെങ്കിൽ ഒരു പ്രഷറിന് എനിക്ക് 2 സ്ഥലത്ത് വി തൊടണം. അങ്ങനെയുള്ള ഒരു ഗ്രാഫേ ഉള്ളൂ. ഒരു പ്രഷറിന് എന്ത് ചെയ്യുന്നുണ്ട്? 2 സ്ഥലത്തില്ല, 3 സ്ഥലത്ത്, 1, 2, 3 സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വി തൊടുന്നുണ്ട്. അല്ലേ? നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഇങ്ങനെ വരിക, കാരണം അതിന് 2 സൊല്യൂഷൻ ഉണ്ടാവണം. അപ്പോൾ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വൈ വാല്യൂവിൽ 2 എക്സ് കിട്ടുമെന്നാണ് അർത്ഥം. അതേപോലെ ഒരു വൈ വാല്യൂവിൽ എനിക്ക് എത്ര കിട്ടണം? 3 വി കിട്ടണം ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ. അങ്ങനെ വരുന്ന ഗ്രാഫ് ഇങ്ങനെയല്ലോ. അല്ലെ, ടെക്സ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. 24 ഓപ്ഷൻ സി, 25 ഓപ്ഷൻ സി. ഇനി ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? ക്രിട്ടിക്കൽ പോയിന്റ് ഈ പറയുന്ന കർവേച്ചറിങ് ഇല്ലാതെ ഇതൊരൊറ്റ 1 ഡിഗ്രി ഇക്വേഷനാക്കി മാറുകയാണ്, ഗ്യാസ് മാത്രമായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ലാണ്ടാവാണ്. അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? 3 റൂട്ട്സ്, ഒരു 3 റൂട്ട്സ് ഉണ്ടാവും. 3 റൂട്ട്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ അത് എന്തിലേക്ക് പോകുന്നില്ല? ലിക്വിഫാക്ഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ 26ാമത്തെ ചോദ്യം കുട്ടിക്ക് ഡൗട്ട് ഉണ്ട്. ക്രിട്ടിക്കൽ പോയിന്റ് ആവുന്ന നേരത്ത് നമ്മുടെ ഇതാ ഇങ്ങനെയുള്ള ഗ്രാഫ് മാറി ഇതാ ഇങ്ങനെയായി മാറും. എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും അതിനൊറ്റ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ 3 റൂട്ട്സും എന്താവുന്നു? സെയിം ആവുന്നു എന്നുള്ളതാണ് 26ാമത്തത്. 27ാമത്തത് നമുക്കറിയാം, ലിക്വിഫാക്ഷൻ്റെ കണ്ടീഷൻ ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ കുറവായിരിക്കണം, പ്രഷർ ക്രിട്ടിക്കൽ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കണം, ഓപ്ഷൻ സി. 28ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി. 25ാമത്തെ ചോദ്യം PCVC ബൈ TC നമുക്കറിയാം, അത് 3/8 ആണ് സാധാ ഗ്യാസുകൾക്ക്. ഇനി 30ാമത്തെ ചോദ്യം അതൊരു തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സാധാ ഗ്യാസുകൾക്കൊക്കെ PCVC ബൈ RTC 3/8 ആണ്. പക്ഷേ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് എങ്കിൽ അതിൻ്റെ വോളിയം കുറച്ചും കൂടെ കുറയും. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട് എങ്കിൽ 3/8 എന്ന് പറഞ്ഞാൽ 0.375 ആണ്. ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടെങ്കിൽ 0.375നേക്കാളും കുറഞ്ഞ് എത്ര വരും? 0.22 വരും. ഇത്രയാണ് നമ്മുടെ 30 ചോദ്യത്തിൻ്റെ സൊല്യൂഷൻ. ഇന്ന് 28-ാം തീയതി അല്ലേ രാത്രി. നാളെ 29-ാം തീയതി കൃത്യം 4 മണിക്ക് നിങ്ങളെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത പാഠം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന അടുത്ത പാഠം റിഡോക്സ് റിയാക്ഷനാണ്. അപ്പോൾ എല്ലാവരും എന്ത് സെറ്റായിക്കൊള്ളുക? റിഡോക്സ് റിയാക്ഷൻ സെറ്റായിക്കൊള്ളുക. നാളെ 29-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് റിഡോക്സ് റിയാക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ അടുത്ത ദിവസം ഇതിൻ്റെ ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സഹിച്ചു തന്നതിന് താങ്ക് യു. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ എന്നെ വീണ്ടും വാട്സപ്പ് ചെയ്യുക. JD ടോക്സിൽ അടുത്ത ടോപ്പിക്, നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്, കൺഫ്യൂഷനുള്ള ടോപ്പിക് തീർക്കാൻ വേണ്ടി അടുത്ത വീഡിയോ വ്യാഴാഴ്ചയാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ 30-ാം തീയതി ടോപ്പിക് ഈക്വലൻ്റ് വെയിറ്റ്. ഈക്വലൻ്റ് വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അടുത്ത JD ടോക്സിൽ ഉണ്ടാവുക. അപ്പോൾ ഇനി കാണുന്നവരെ വണക്കം. ദിസ് ഈസ് JD. താങ്ക് യു.